അതെ ഗൈസ്, ഇച്ച ഉള്ളതുകൊണ്ട് ധ്യാനം ഒരു ദിവസത്തേക്ക് വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ്സൊക്കെ പിടിച്ച് നമ്മളിതാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ തോട്ടിൽ കുറേ മീനെ കണ്ടിട്ട് ഇച്ചും താനും ഇതാ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അങ്ങനെ കുറച്ച് സമയം മീനൊക്കെ നോക്കി നമ്മൾ വീണ്ടും നമ്മുടെ നടത്തം അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അവസാനം നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോൾ തന്നെ ഇച്ചുവിന് ഇതാ തോക്കും ബോളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ദാനും ഇച്ചും കൂടി ഇതാ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ അവിടെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പിള്ളേരാണെങ്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് സ്നേഹപ്രകടനം അങ്ങ് തുടങ്ങി. രണ്ടാൾക്കും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ഒന്നും പറയണ്ട, ഭയങ്കര സ്നേഹമാണ്. വരാനാകുമ്പോഴേക്ക് പിന്നെ രണ്ടാൾക്കും ചെറിയ വിഷമമൊക്കെ ആയി. ധ്യാനുവാണെങ്കിലും പോവണം എന്നുണ്ടായിരുന്നു, അതേപോലെ വരണം എന്നുണ്ടായിരുന്നു. ഇച്ചുവിനാണെങ്കിൽ മാമൻ എന്താ വരാത്തേ എന്നാണ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായത്. അങ്ങനെ ധ്യാനം ഉണ്ടാക്കിയൊരു വീടൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അടിപൊളി വീടല്ലേ. അങ്ങനെ വീടൊക്കെ നോക്കിക്കഴിഞ്ഞ് നമ്മൾ നേരെ ചാവടിക്കാൻ വേണ്ടി വന്നു. ഉപ്മാവും ചായയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് മല്ല ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇച്ചുവിനും കൂട്ടി നടക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ക്ഷീണം പിടിച്ച കണക്കാണ് ഇച്ചു നടക്കുന്നത്. സ്പീഡൊന്നുമില്ല. അവസാനം നമ്മൾ ബസ് കയറി നേരെ ഇനി വീട്ടിലോട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ ബൈ, സീ യു.